ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വീഡിയോ ഇട്ടത് ഇപ്പോൾ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു ഫിലിമിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ്. മറ്റൊന്നുമല്ല, ഇപ്പോൾ ഒരു പടം ഇന്ന് റിലീസായതാണ്, ബട്ടർഫ്ലൈ ഗെയർ 85 എന്നും പറഞ്ഞു. അപ്പോൾ ആ പടം എല്ലാവരും പോയി കാണണമെന്ന് പറയുകയാണ്. മറ്റൊന്നുമല്ല, ഇപ്പോൾ എന്താണ്, സ്ത്രീകളാണെങ്കിലും ലേഡീസ് ആണെങ്കിലും പലരും അനുഭവിച്ച ചിലപ്പോൾ കാര്യങ്ങളായിരിക്കും മിക്കവരും തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കണതായിരിക്കാം. കാരണം നമ്മുടെ ഒരു കോമൺ, നമ്മുടെ ഒരു എന്താ പറയുക, ചുറ്റുപാടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇതിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതേപോലത്തെ വാർത്തകളും മറ്റുമൊക്കെ ആയിട്ട്. അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് അതിൻ്റെ. അതിലേക്ക് ഞാൻ വന്നില്ല. അപ്പോൾ ആ പടം പോയി കാണാൻ എല്ലാവരും ശ്രമിക്കുക, തിയേറ്ററിൽ തന്നെ. പിന്നെ വേറൊരു കാര്യം ആ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ, കാനോൺ R5C ക്യാമറയിൽ ലോകത്തിൽ ആദ്യമായിട്ട് എടുത്തൊരു ഫീച്ചർ ഫിലിമാണത്. പിന്നെ അത് മാത്രമല്ല, ഒരു 48 അവാർഡുകൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഇത് തിയേറ്ററിൽ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അതിൽ 8ഓളം ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് 5 എണ്ണം, അതുപോലെ എഡിറ്റർക്ക്, അങ്ങനെ 48ഓളം അവാർഡുകൾ ഓൾറെഡി കിട്ടി. അതിന് ശേഷമാണ് നമ്മുടെ തിയേറ്ററിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പടങ്ങളും കാണണം. നമ്മുടെ ചുറ്റുപാടായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ ആക്ട്രസ് എന്ന് പറഞ്ഞ് 8ഓളം ബെസ്റ്റ് ആക്ട്രസിൻ്റെ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. ഈ ഒരു ഫിലിമിൽ ആക്ട്രസ്സാണ് മുൻപന്തിയിലിരിക്കുന്നത്. ആക്ടറല്ല, ആക്ട്രസ്സാണ്. ഒരു നായകനല്ല, നായികയാണ്. അപ്പോൾ നായികയുടെ ഒരു സ്റ്റോറി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ലേഡിയുടെ സ്റ്റോറി തന്നെയാണ്. പോയി കാണാൻ ശ്രമിക്കുക. പിന്നെ ആ ആക്ട്രസിൻ്റെ തന്നെ, അല്ലെങ്കിൽ ആ നായികയുടെ ഒരു ചെറുപ്പകാലം ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ആ കുട്ടി ക്യൂട്ട്, അവളുടെ പേര് ഇഷിക എന്നാണ്. അതുപോലെ നായികയുടെ പേര് ധന്യ എന്നാണ്. പിന്നെ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ബട്ടർഫ്ലൈ ഗെയർ 85 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രശാന്ത് മുരളി പത്മനാഭനാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ അധികം ഫ്രണ്ട്സ് അതിൽ വേറെയും ഉണ്ട് അഭിനയിച്ചിരിക്കുന്നത്. അൻവർ, ജീവൻ, അങ്ങനെ ഇഷ്ടംപോലെ പേര്. പിന്നെ അനിലേട്ടനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. അയ്യോ, അതും കൂടി ഉണ്ട് ഒരു സംഭവമുണ്ട്. അനിലേട്ടനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് സ്റ്റിൽ ഫോട്ടോഗ്രാഫി മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നൊരു പടമാണ്. ഞാൻ പലപ്പോഴും മറ്റുള്ള പടത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടുണ്ട്. ആളില്ലാത്ത ദിവസം 1-2 ദിവസമൊക്കെ ആയിട്ട് പോയി ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പടത്തിൻ്റെ എന്താണ്, അതിനകത്ത് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ആദ്യത്തെ ഒരു മൂവിയായിരുന്നു ഇത്. അതും കൂടി ഞാൻ ആ ഒരു സന്തോഷം കൂടി അറിയിക്കുന്നു. അപ്പോൾ എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക. ഈ ഇത്രയും അവാർഡുകൾ കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ അത് നിങ്ങളെല്ലാവരും കാണണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറേ അധികം ആൾക്കാരുണ്ട് കേട്ടോ. പേരെടുത്ത് പറയാനാണെങ്കിൽ ഞാൻ മുഴുവൻ പറയാനുള്ള, എന്തായാലും 1-2 പേരെ ഞാൻ പറഞ്ഞു വരുമ്പോൾ വിട്ടുപോകും. അതുകൊണ്ടാണ് മുഴുവൻ പറയാനുള്ളത്. ആ ചീത്തയും കൂടി കേൾക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. എന്തായാലും നിങ്ങൾ നേരിട്ട് പോയി കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഈ ക്രൂവിനെ, ഞാനടക്കമുള്ള ഈ ക്രൂവിനെ സപ്പോർട്ട് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. അതുപോലെ ഇത്രയും അവാർഡുകൾ കിട്ടിയൊരു പടം ആദ്യമായിട്ടായിരിക്കണം തിയേറ്ററിൽ ഇറങ്ങുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. താങ്ക് യു.